നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ആൺമക്കളിൽ നിന്ന് സന്താന ഭാഗ്യമുണ്ടായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് നേതാക്കളും സാദാത്യങ്ങളുടെ സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ ഉപ്പാപ്പമാരാണ്. കെർബലയിലൂടെ നബി കുടുംബം അവസാനിച്ചിട്ടുണ്ട് എന്ന് ഉളുപ്പില്ലാതെ പറയുന്ന ചില പുത്തൻ പ്രസ്ഥാനക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ച റബ്ബ് അവരുടെ ഫിത്നകളിൽ നിന്ന് നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാരായ ഹുസൈനു സിബത്ത്, ഹസനു സിബത്ത്. സിബത്ത് എന്ന് പറഞ്ഞാൽ മകളുടെ മക്കൾക്കാണ് സിബത്ത് എന്ന് പറയുക. ആൺകുട്ടികളുടെ മക്കൾക്ക് ഹഫീദ് എന്ന് പറയും. പേരക്കുട്ടികൾക്ക് തന്നെയാണ് സിബത്ത് എന്നും ഹഫീദ് എന്നും ഉപയോഗിക്കുക. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. സിബത്ത് എന്നാൽ പെൺകുട്ടിയുടെ മകൻ, ഹഫീദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയുടെ മകൻ. പേരമക്കൾക്ക് തന്നെയാണ് രണ്ടും ഉപയോഗിക്കുക. അപ്പോൾ ഹസനു സിബത്ത്, ഹുസൈനു സിബത്ത് എന്നിങ്ങനെ ചിലപ്പോഴൊക്കെ പറഞ്ഞ് ഉണ്ടാകുമല്ലോ, നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഹുസൈനു സിബത്ത്, ഹസനു സിബത്ത്, ഈ രണ്ട് മക്കളിലൂടെ ധാരാളം സന്താന പരമ്പരകളിൽ ഈ ലോകത്ത് പരന്ന് കിടക്കുന്നുണ്ട്. അതിൽ വലിയ കുത്തുബുകൾ വന്നിട്ടുണ്ട്. മഹാന്മാർ, വലിയ വലിയ ആരിഫീങ്ങളും സയ്യിദന്മാരും വലിയ പണ്ഡിതന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശദീകരണങ്ങളിലൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാഹിബുൽ മിർബാത്ത്, സലാലയിൽ വഫാത്തായി കിടക്കുന്ന സ്വാഹിബുൽ മിർബാത്ത് മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹുവിന് പരമ്പരയില്ല എന്ന് മനസ്സിലാക്കി വെച്ച ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ചില പ്രധാനികളെ നമുക്ക് ചെറിയ നിലക്കൊന്ന് പരിചയപ്പെടാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് കേൾക്കാം.